എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ് കുറച്ച് ഹൈ ആയിട്ട് ഏകദേശം എത്ര മണി വരെയാന്ന് നോക്കിയേ, 2 മണിയുടെ അടുത്ത് വരെ ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് കാണിച്ചിട്ട് 2 മണി കഴിഞ്ഞപ്പോൾ ഒറ്റ കയറ്റമാണ് മാർക്കറ്റ് മുകളിലോട്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പീരി ആയിരുന്നെന്ന് തോന്നുന്നു. ഹെവി മൂവ്മെന്റ് കാണിച്ചു. ബാങ്ക് നിഫ്റ്റിയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പം ഇവിടെ കോൾ ഓപ്ഷൻ ഒക്കെ ചാൻസ് കിട്ടിയവർക്ക് നല്ല ചാൻസ് ആയിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഏകദേശം 800 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിലും കാണിച്ചു. ബാങ്ക് നിഫ്റ്റി സെയിം, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരേ രീതിയിലുള്ള മൂവ്മെന്റ് ആയിരിക്കും. ചാർട്ട് നോക്കിയാൽ നല്ല ഹെവി മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഒരു 100-150 പോയിന്റ് ഹൈയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 100-150 പോയിന്റ് ഓപ്പണിങ്ങിൽ ഹൈ ആണെങ്കിൽ, അല്ലെങ്കിൽ ചാൻസ് പറയാൻ പറ്റില്ല. ഓപ്പണിങ്ങിന് അത്രയാണെങ്കിൽ ഒരു സെല്ലിങ് വരും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസ്, നമ്മളെടുത്തിരുന്നത് 13 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് സേവ് എന്നും കിട്ടുന്ന ഒരു 5-6 ഷെയർ നല്ല ചാൻസ്. ക്രിയേറ്റീവ്, പിന്നെ ഗോകുലാഗ്രോ, പ്രിസം ജോൺസൺ, സാഗിൽ എന്ന് പറയുന്ന ഷെയർ. സാഗിനകത്ത് ചെറിയ ചാൻസ് ആണ് കിട്ടുന്നത്. അഡ്വാൻസ്ഡ് എൻസൈമ്, സൺസ്റ്റാർ എന്ന് പറയുന്ന ഷെയർ, PNB ഹൗസിങ് ഏകദേശം റേഞ്ചിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 3-4 ഷെയർ നോക്കിയിട്ട് നമുക്ക് നാളത്തെ ഷെയർസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഗോകുലാഗ്രോ എന്ന് പറയുന്ന ഷെയർ ഹെവി മൂവ്മെന്റ് തന്നെ. ഗോകുലാഗ്രോ ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ ഹെവി മൂവ്മെന്റ് ആണ്, ഒറ്റയടിക്കാൻ കയറുകയാണ് ഓപ്പണിങ്ങിൽ. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടെ ഓപ്പണിംഗ് ആയി, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 പോയില്ല. നമ്മൾ ഇത് തിരിച്ച് എവിടെ ഇറങ്ങി, R1 താഴോട്ട് ഇറങ്ങി. നമുക്ക് ഈ 323 നമുക്ക് എൻട്രി ആണ്. പക്ഷേ ഇത്രയും സ്റ്റോപ്പ് ലോസ് പോകുമ്പോൾ, ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം. നമ്മളിപ്പം 1000 ഷെയർ എടുക്കുന്നവരാണെങ്കിൽ ഒരു 500 ട്രേഡ് എടുക്കുക. അപ്പോൾ ഇവിടെ 323 എൻട്രി എടുത്താൽ 300 ലാസ്റ്റിലായപ്പോഴത്തേനത് 303 വരെ വന്നു. നമുക്ക് 303 പറയുമ്പോൾ 20 രൂപ പ്രോഫിറ്റാണ് ആ ഒറ്റ ഷെയറിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് എൻട്രിയാ ചെയ്തതെങ്കിൽ. അതുപോലെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഹൈ ആയിരുന്നു, നല്ല ഹൈയിലായിരുന്നു ഓപ്പണിങ്. ഇത് കണ്ടില്ലേ, ഓപ്പണിങ് നല്ല ഹൈയിലായിരുന്നു. അതിനുശേഷം അടുത്ത ലെവലിലോട്ട് പോയില്ല, R2 മുകളിലായിരുന്നു. അപ്പോൾ R2 ഇവിടെ കട്ട് ചെയ്ത് 959 ആ റേഞ്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് വൺ സൈഡ് മൂവ്മെന്റ് 876 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 75 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയറിനകത്തും. അപ്പോൾ പിന്നെയും ചാൻസ് തന്നിട്ടുള്ള സൺസ്റ്റാർ എന്ന് പറയുന്ന സൺസ്റ്റാർ, ഇവിടെ നോക്കിയാൽ ഓപ്പണിങ്ങിൽ ഇവിടെ പോയി പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചു, ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങി 157 എടുത്താൽ നമുക്ക് 153 4 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോകുന്ന നോക്കുക. പോയിട്ടില്ല, തിരിച്ച് വീണ്ടും ഈ ലെവൽ ഇറങ്ങണം. ഈ ലെവൽ വീണ്ടും എൻട്രി എടുത്താൽ 157 എൻട്രി എടുത്താൽ 157 രൂപ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്, CPR സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. അത് നോക്കി പുതിയതായിട്ട് കാണുന്നവരൊക്കെ അത് കാണുക. അതിനുശേഷം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടു, നാളെ ഇത് ലൈവ് മാർക്കറ്റ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്ര ക്ലാരിറ്റി ആയിട്ട് ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞ കാര്യം, അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് തോന്നും. ആ സമയത്ത് മൂവ്മെന്റ് ഇങ്ങനെ ഹൈയും ഇതൊക്കെ വരുന്നതാണ് നമുക്ക് ടെൻഷൻ അടിക്കും. അപ്പോൾ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നല്ല വോളിയുള്ള ഷെയറുകളൊക്കെ സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇൻട്രാഡേയിൽ. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ നമ്മൾ ഷെയർ എടുത്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം.
നാളത്തേന് നമ്മൾ എടുത്തേക്കുന്ന ഷെയർ ഇതാണ്. 15 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 15 ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസ് എന്തായാലും ഒരു 6-7 ഷെയറിനകത്ത് കിട്ടും. നമ്മൾ നോക്കേണ്ട ഏറ്റവും കൂടുതൽ നല്ല വോളിയത്തിലുള്ള ഷെയർസിനകത്ത് മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പം ഇതിനകത്ത് നാളെ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് തോന്നുന്ന എക്സ്പീരിയൻസ് വെച്ച് തോന്നുന്നത് ഈ ഗോകുലാഗ്രോ എന്ന് പറയുന്ന ഈ ഷെയർ ഇന്ന് നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ നാളെ വീണ്ടും ഈ ഷെയർ ഈ ഓപ്പണിംഗ് ഈ ആവറേജിന് മുകളിൽ പോയതിന് ശേഷം ഈ ആവറേജിന് മുകളിൽ 320.86 മുകളിൽ പോവുക, അതിനടുത്ത് വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ, ഇപ്പം എക്സാമ്പിൾ ഇതൊരു 323 വരെ പോയെന്ന് വിചാരിക്കുക, എന്നിട്ട് 320.86 കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ 323 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിന് താഴെ എൻട്രി എടുക്കുക, സെല് ചെയ്യുക. നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നോക്കുക. ഹോം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതും വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഹൈയും R1 തമ്മിൽ അടുത്തടുത്താണ്. അപ്പം ഈ 2 ലെവല് പോയിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും. ഈ 2 ലെവലിലും താഴോട്ട് പോയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതല്ല ഓപ്പണിങ്ങിലെ ഷെയർ വീക്ക്നെസ് കാണിക്കുവാണെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാം. ഓക്കെ. അതുപോലെ JBMA എന്ന് പറയുന്ന ഷെയർ, JBMA ഇതും R1 ഇത് R1 പ്രീവിയസ് ഡേ ഹൈ ഏകദേശം ഒരു 10-15 രൂപ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇത് ഹെവി മൂവ്മെൻ്റ് ഉള്ള ഷെയർ ആണ്ട് ഓപ്പണിങ്ങിൽ ഈ ലെവലിലോട്ട് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ വീക്ക്നെസ്, ഓപ്പണിങ്ങിലെ വീക്ക്നെസ് ആണെങ്കിൽ 2000 മുകളിൽ പോയി, അതായത് 2030 ഒക്കെ പോയിട്ട് 2035 ഒക്കെ പോയിട്ട് ഈ 2017 കട്ട് ചെയ്ത് താഴോട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ഈ അഡ്വാൻസ്ഡ് എൻസൈയും ഈ R1 വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും, സെല്ലിങ്ങിനുള്ള ചാൻസ് ആയിരിക്കും. R1 വന്നതിന് ശരി പ്രീവിയസ് ഡേ ഹൈയോട് ഇറങ്ങി കിട്ടിയാൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. കല്യാൺ ജ്വല്ലറി ഓപ്പണിങ്ങിൽ ഈ ഏതെങ്കിലും 2 ലെവലിൽ നിന്ന് ഓപ്പണിങ്ങിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടി താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കല്യാൺ ജ്വല്ലറി. CG പവറും 750 മുകളിൽ പോയതിനു ശേഷം R1 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഈ ഷെയറിനകത്ത് FDC തന്നെ ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജ് ശ്രദ്ധിക്കണം. 1 ഇത്തരം ഷെയർസിൻ്റെ ആവറേജിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഷെയർ വീക്ക് ആണെങ്കിൽ ആവറേജിന് താഴെ പോകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. മിക്കവാറും നമ്മൾ എടുക്കുന്ന പകുതി ഷെയറുകളും ലെവലുകളൊന്നും വരാതെ തന്നെ താഴെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിനകത്ത് ഈ ആവറേജ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് ഒരു ചാൻസ് തരാൻ സാധ്യതയുള്ളത്. അതുപോലെ ADF ഫുഡ് ഓപ്പണിങ്ങിൽ വീണ്ടും ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല വീണ്ടും മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ R1 നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹെവി മൂവ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ലെവൽ ഈ R1 R2 തമ്മിൽ നല്ല ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങി വന്നിട്ട് നേരെ തിരിച്ച് പെട്ടെന്നൊരു കയറ്റം കയറി ഈ ഷെയർ ഈ ലെവലിലെങ്ങാനും വന്ന് കിട്ടുവാണെങ്കിൽ സൂപ്പർ ചാൻസ് ആയിരിക്കും സെല്ലിങ്ങിന് താഴോട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. തെമിസ് മെഡിക്കൽ 274 ആവറേജിലാണ് ക്ലോസ് വന്നിരിക്കുന്നത്. ഇതും നാളെ ചിലപ്പോൾ ഇപ്പോൾ ഇത് ഡൗൺ, ഇപ്പോൾ 270 ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഈ ആവറേജ് 773.28 ഈ റേഞ്ചിലോട്ടൊക്കെ, ഈ റേഞ്ചിന് മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും ഈ ഷെയർ തെമിസ് മെഡിക്കൽ. പക്ഷേ താഴെ ഓപ്പണിംഗ് ആയിരിക്കണം, ഓപ്പണിംഗ് താഴെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഓപ്പണിംഗ് ഹൈയിലാണെങ്കിൽ മുകളിലത്തെ ലെവലിൽ നിന്ന് സെല്ലിംഗ് ചാൻസ് എടുക്കുക. കെയ്ൻസ് ഇത് ഈ വലിയ ഷെയർ കഴിവതും പുതിയതായിട്ട് ട്രേഡിംഗ് തുടങ്ങുന്നവർ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഈ 500 താഴെയുള്ള ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. വലിയ ഷെയർ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ അറിയാവുന്നവർ മാത്രം ചെയ്യുക. കെയ്ൻസ് ടെക്നോളജിക്കകത്ത് ഹൈയോ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങാൻ നല്ല ചാൻസ്, പക്ഷേ ഹൈ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അടിച്ചാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഹൈ അടിച്ചാൽ ചിലപ്പോൾ 5500 ലെവലിലോട്ട് വേണമെങ്കിലും പാം ഈ ഷെയർ. ഒറ്റയടിക്ക് ഹെവി മൂവ്മെൻറ്റ് കിട്ടിയാൽ അങ്ങനെ പാം. IOLCP എന്ന് പറയുന്ന ഷെയർ നോക്കുക. ഹൈ ഓപ്പണിങ് വന്നാൽ ഈ
പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ R1 പോയിട്ട് ഓപ്പണിംഗ് തന്നെ നല്ലൊരു മൂവ്മെൻറ്റിൽ R1 മുകളിൽ പോയാൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. ഈ കാബ്ര എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയറും ലോ ഓപ്പണിംഗ് ആണെങ്കിൽ, ഓപ്പണിംഗ് താഴോട്ടൊരു 2-3% പോയതിന് ശേഷം ഈ ആവറേജ് ട്രേഡ് പ്രൈസ് 42-59 മുകളിലോട്ട് ട്രേഡ് കയറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബൈ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയറിനകത്ത്. നോക്കി ചെയ്യുക. പിന്നെ പ്രീമിയർ പോളിമേഴ്സ് 20% ആകുമ്പോൾ ഉറപ്പായിട്ട് ഓപ്പണിംഗ് നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 65-78 ഈ 2 ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ ഷെയർ നല്ല വോളിയം ഉണ്ട്, 12 ലക്ഷത്തിൻ്റെ വോളിയം ഉണ്ട്. ശിവാടെക്സ് ഇത് പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു നല്ല റീസണബിൾ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം അതിനകത്തുനിന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ നോക്കി കറക്റ്റ് ലെവലുകൾ വരുമ്പോൾ മാത്രം, ലെവൽ വന്നിട്ട് താഴെ ഇറങ്ങുമ്പോൾ മാത്രം ഷോർട്ട് സെൽ ചെയ്യുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ വിട്ടേക്കുക. ചെയ്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെവൽ കട്ടായതിനു ശേഷം ഒത്തിരി താഴെ പോയി ട്രേഡ് എടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.